ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. ലക്കി ഭാസ്കർ 21 ദിനങ്ങൾ പിന്നിടുന്നു. കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് കടന്നു വരാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് ഇതുവരെ 333ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 8500ഓളം ആളുകൾ കാണുമ്പോൾ 11% ഓക്യുപ്പൻസി വന്നിരിക്കുന്നത്. ഇന്നും ഒരു ഹൗസ്ഫുൾ ഷോ ട്രാക്കേഴ്സ് മുഖാന്തരം പറയുന്നുണ്ട്. നമുക്കറിയാം അതിൽ കൂടുതലായിരിക്കും ഓൾമോസ്റ്റ് ഫുള്ളും ഹൗസ്ഫുള്ളും ഒക്കെ വരാനുള്ള ചാൻസുകൾ. എന്താണെങ്കിലും ഇന്ന് ഇതുവരെ ലഭ്യമായിരിക്കുന്നത് 13 ലക്ഷം രൂപയോളമാണ് എന്നുള്ളതാണ്. ഇന്നലെ ഇതേ സമയത്ത് 14 ലക്ഷം രൂപയായിരുന്നു സിനിമയ്ക്ക് വന്നത്. ഇന്നലത്തെ ഫൈനലായിട്ട് വന്നത് 17 ലക്ഷം രൂപയാണ്. അതായത് 25 ലക്ഷത്തോളം രൂപ ഗ്രോസ് ആയിട്ട് തിയേറ്ററിൽ നിന്ന് സിനിമയ്ക്ക് ഇന്നലെയും വന്നിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ വീക്കിൽ എല്ലാ ദിവസങ്ങളിലും 25 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ കളക്ഷനായിട്ട് വന്നിരിക്കുന്നത്. ഇന്ന് നേരിയ ഒരു ഇടിവുണ്ട്, ഏകദേശം ഒരു 6-7% ഇടിവ്. അതായത് ഇന്നലെ 17 ലക്ഷം രൂപയാണെങ്കിൽ ഇന്നൊരു പക്ഷേ 16 അല്ലെങ്കിൽ 15 ലക്ഷം രൂപ ആ റേഞ്ചിലേക്കായിരിക്കും വരാൻ പോകുന്നത്. എങ്ങനെ നോക്കിയാലും 20 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്കാണ് സിനിമ. അതായത് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കളക്ഷനാണ് സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് 4ാം വാരത്തിൽ ഓടുന്ന ഈ ഒരു സിനിമ ഇത്ര ഷോ കുറയുമ്പോൾ പോലും മികച്ച രീതിയിലായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 115 കോടി കടന്നിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഒഫീഷ്യൽ റിപ്പോർട്ടിന് നമ്മൾ കാത്തിരിക്കുന്നു. എന്താണെങ്കിലും വലിയ പ്രോഫിറ്റബിൾ ആയി മാറിയിരിക്കുകയാണ് സിനിമ. ഇതിനോടകം തമിഴ്നാട്ടിൽ തരംഗമാവുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആദ്യ വാരത്തേക്കാൾ കൂടുതലാണ് 4ാം വാരത്തിൽ സിനിമയ്ക്ക് കളക്ഷൻ അവിടെ നിന്ന് ലഭ്യമാകുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് വലിയ താമസമില്ലാതെ 20 കോടിയിലേക്ക് സിനിമ ടച്ച് ചെയ്യും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിൽ നിന്ന് 21 കോടിയിലേക്ക് സിനിമ എത്തിയിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ ഒരു വീക്കെൻഡോടുകൂടി തന്നെ സിനിമ 22.5-23 കോടിയിലേക്ക് എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ശനി ഞായർ ദിനങ്ങളുടെ പെർഫോമൻസ് പോലെ ഇരിക്കും. എന്തായാലും ആവറേജ് നോക്കുമ്പോൾ 50 ലക്ഷം രൂപ വെച്ച് 25 ലക്ഷം രൂപ വെച്ചിട്ട് സിനിമയ്ക്ക് പെർ ഡേ ഗ്രോസ് വരുന്നുണ്ട്. അതായത് ഒരാഴ്ച എങ്ങനെ വന്നാലും 1 കോടിയോളം വരുന്നു. പിന്നെ ശനി ഞായർ കൂടി വരുമ്പോഴത്തേക്ക് 2 കോടിക്ക് മുകളിലായിരിക്കും ഈ ഒരു വീക്കിലെയും സിനിമയുടെ കളക്ഷൻ. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും 23 കോടിയിലേക്ക് സിനിമ എത്തിപ്പെടേണ്ടതാണ്. എന്തായാലും നിങ്ങൾ ഇപ്പോഴും സിനിമ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊന്ന് ടിക്കറ്റ് എടുത്ത് നോക്കാം. നല്ല സിനിമ തന്നെയാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രീൻ മീഡിയാസ്.